ഇന്ത്യൻ 2 ഫസ്റ്റ് കണ്ട ഒരു ഇംപ്രഷനിലാണ് ഞാൻ പോയത്. ഫസ്റ്റ് തിയേറ്ററിൽ ഞാൻ കണ്ടുള്ളൂ സംഭവം എന്ത് കാര്യങ്ങളൊക്കെ OTT-ല് കണ്ടു. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റാണ് പോയത്. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മൂവി ഡബിൾ റോൾ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ 2 കണ്ടപ്പോൾ എനിക്ക് അതില് ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജീസ് ഉണ്ടായിട്ടും കുറെ വളിപ്പ് കാണിച്ച പോലെ എനിക്ക് സോ പിന്നെ ഒരു സമാധാനം ഉണ്ടായത് ലാസ്റ്റ് ആയപ്പോ ഇന്ത്യൻ 3-യുടെ ട്രെയിലർ തന്നെ കാണിച്ചു. ടീസർ പോലെ പക്ഷെ ട്രെയിലർ പോലെ അപ്പൊ 3-യുടെ ട്രെയിലർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി എന്നോട് ഒരു ഊഫ് കിട്ടാത്ത പോലെ തോന്നി. ഇപ്പൊ ഈ 96-ല് ആ സിനിമ കണ്ട് ഭയങ്കര കൊടുമ്പിരി കണ്ട ആൾക്കാരൊക്കെ വേണമെങ്കിൽ പാതി വരെ സിനിമ കാണാനൊക്കെ ഞാൻ ജനിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഈ സിനിമ കണ്ടപ്പോ അന്നത്തെ ടെക്നോളജീസ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അപ്പൊ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നുള്ളതല്ലേ. ഇന്നത്തെ ടെക്നോളജീസ് വരുമ്പോ കുറച്ചുകൂടി അടിപൊളിയാക്കാമായിരുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അത്ര നാകിട്ടില്ല. എനിക്കൊരു തിയേറ്റർ വാച്ചായിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നിയുള്ളത്. പക്ഷെ ഇന്ത്യൻ 1 തിയേറ്ററിൽ ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ തിയേറ്റർ വാച്ചില് ഇന്ത്യൻ 1 കണ്ടപ്പോ ഭയങ്കര ഇതുണ്ടായേനെ. എനിക്കൊന്നും കാണാൻ പറ്റില്ല ആ സമയത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ 2 എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇത്രയും കുറെ ഒരുപാട് എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇനി 3-ല് പറഞ്ഞ പോലെ അപ്പന്റെ കഥ വരുന്നുണ്ട്, വീരശേഖരന്റെ കഥ വരുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോ കമലഹാസനെ പറയും ചെയ്തു 3 ചെയ്യാനുള്ള ഒരു ആവേശം കൊണ്ടാണ് 2 സൈൻ ചെയ്തത്. അതിന് 3 കാണാൻ വേണ്ടിട്ട് 2 കണ്ടുന്ന് മാത്രം. തിയേറ്ററിൽ പോയി കാണാന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഞാനീ പറഞ്ഞ പോലെ 1-ന്റെ ഫാൻസുകാര് തിയേറ്റർ എക്സ്പീരിയൻസ് ഫാൻ ഷോ ഒക്കെ അടിപൊളിയായിരിക്കും. നല്ലൊരു ഓടിയും ഫാൻസ് ഒക്കെ അടിപൊളിയായിട്ട് നല്ല ഓടിയും ബഹളൊക്കെ ആയിട്ട് കാണുമ്പോ രസം. നമ്മുടെ തിയേറ്റർ അടിപൊളിയായിരുന്നു. പക്ഷെ പുതുമ ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ഒരു കറപ്ഷൻ അഗേൻസ്റ്റ് ചെയ്യുന്നു. എനിക്ക് അതില് മെയിനായിട്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, ഇവര് പോസിറ്റീവ് മാത്രമല്ല കാണിച്ചത്, നെഗറ്റീവ് കാണിച്ചു. പക്ഷെ അതിന് നല്ലൊരു മീനിങ് ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മളോ അത് വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ഫീൽ അടിക്കും. കാരണം ഇവര് നമ്മളും ചിന്തിക്കും നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ ആൾക്കാർ സംഭവം. സിനിമ സോഷ്യലി റെലവെന്റ് ആണോ ചോദിച്ചാൽ റെലവെന്റ് അങ്ങനെ പറയുള്ളൂ. കാരണം അതിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ നമ്മുടെ ഫാമിലിയിൽ വല്ലതും ഉണ്ടാവോ അങ്ങനെയൊക്കെ നമ്മളും ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. നമ്മളതിലും ചെറിയ സാരില് പോട്ടെ അങ്ങനെ വെക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോണ പോലെ നമ്മളെ മറ്റേ ആ കോമഡി ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു വെള്ളം വലിയ വലിയ കടലാവുണ്ട്. അതിലൊന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാരും മാറ്റി ചിന്തിച്ചാൽ നല്ലതാണ്. തേർഡിലായിരിക്കും കുറച്ചും കൂടി പാസ്റ്റും പ്രസന്റും കൂടി ക്ലബ് ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ ടീച്ചർ കണ്ടിട്ട്. കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും പാസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോഴല്ലോ ഇഷ്യൂ ഇങ്ങനെ ആയിരുന്നില്ലേ ഭയങ്കര ഒരു ആവേശം വരുന്നത്. എനിക്ക് ഇന്ത്യ മണ്ണിൽ അങ്ങനെയാണ് ആവേശം വന്നത്. തേർഡ് പാർട്ടിൽ ഇവര് പാസ്റ്റും കാണിച്ചിട്ട് നമ്മളൊരു യുദ്ധം ചെയ്യുന്ന അതിൽ കുറെ ആൾക്കാർ വീഴും, കുറെ ചോരൊക്കെ നമ്മൾ കാണേണ്ടി വരും. നല്ലൊരു മെസ്സേജാണ് തരാൻ പോകുന്നത്. 2-ല് അതിന്റെ ഉദ്ദേശം തന്നിട്ടുണ്ട്. പക്ഷെ 2 ബർത്ത് വാച്ചാണെന്ന് ചോദിച്ചാൽ അല്ല, കുറെ അതിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ കുറെ പേരില്ല. അപ്പൊ അവരെന്നെ ഫേസ് ആപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂവി കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റേതായ കുറെ ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ 6 വർഷം ലാഗ് അടിച്ചു റിലീസ് ചെയ്യുന്നത്. 2 വർഷം കോവിഡിലും പോയി, കുറെ ആൾക്കാർക്ക് പരിക്ക് പറ്റി. അതുകൊണ്ടുള്ള എന്തെങ്കിലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് സംഭവത്തില്. 3 അടിപൊളിയായിരിക്കും വിചാരിക്കാം. 2 കാണാൻ പറ്റുന്ന ആൾക്കാർ പോയി കാണാം. മസ്റ്റ് വാച്ച് ആണോ ചോദിച്ചല്ല, OTT-ക്ക് വെയിറ്റ് ചെയ്താലും മതി. നമുക്കൊക്കെ അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ആവേശം അത്രക്കില്ല. പക്ഷെ ആ സമയത്തൊക്കെ തിയേറ്ററിൽ പോയി ആവേശം കൊണ്ടവർക്ക് ചിലപ്പോ ഇത് ഭയങ്കര ഒരു ഫസ്റ്റ് പാർട്ട് കണ്ട് കോരി ധരിച്ചിരിക്കുന്ന ആൾക്കാർ സെക്കൻഡ് പാർട്ട് വരുമ്പോ എന്തെങ്കിലും കാണുവര്. തിയേറ്ററിൽ വന്നേക്കണേല് കുറെ പേരും ഈ ഒരു 40 ആൾക്കാർ തന്നെയായിരുന്നു ഭയങ്കര ആവേശത്തിലാണ് വന്നത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നമ്മൾക്ക് OTT കണ്ടുള്ള എഫക്റ്റ് അല്ലേ കിട്ടിയിട്ടുള്ളൂ. അന്ന് നല്ലോണം പാട്രിയോട്ടിസം കയറിയ ആൾക്കാർക്ക് സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും കാണുന്ന കണ്ടിട്ട് അവർക്ക് കുഴപ്പം, അവർക്ക് ഇഷ്ടപ്പെടും. മണ്ണിൽ പാട്ടുകൾ തന്നെ ക്രേസി. ഇല്ല, ഒറ്റ സോങ് ഉള്ളൂ അല്ലേ മറ്റേ ഒരു അതല്ലാണ്ട് വേറൊരു സോങ് ഉണ്ടായിരുന്നില്ലേ മറ്റേ ഗേൾസ് ഒക്കെ ആയിട്ടുള്ള സോങ്.
അത് കുറച്ച് അത് നല്ല വെറൈറ്റി സോങ് ആയിരുന്നു. അതിന്റെ സെറ്റ് ഒക്കെ നന്നായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് അതന്നെ മ്യൂസിക് ഒരു തമിഴന്മാരുടെ റെപ്യൂട്ടേഷൻ. എനിക്ക് അനിരുദ്ധനടുത്ത് ഒരു റിക്വസ്റ്റ് ഉള്ളത് മ്യൂസിക് ഒന്ന് മാറ്റി പിടിക്കുക. ട്യൂണാ നമ്മൾ കുറെ പടത്തില് വിജയ് പടത്തിലൊക്കെ കേട്ട ട്യൂൺ തന്നെ ഇതിലിട്ടേക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് പണ്ടത്തെ മ്യൂസിക് ഇടുമ്പോ ആ ഒരു എഫക്ട് വരുന്നില്ല. എന്നാലും ഓവറോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് BGM ഒന്നും അത്രയും പിടിച്ചില്ല. അനിരുദ്ധന്റെ എന്താ പറയുക ആസ് യൂഷ്വൽ സെയിം സ്റ്റൈൽ പിടിച്ച പോലെ ഉണ്ട്. മാറ്റി പിടിക്കാൻ റൈൻ അനിരുദ്ധ്. 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് ലാസ്റ്റ് ടീച്ചർ കാണുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് ആയി. അവര് 2025 കൂടി റിലീസ് ചെയ്ത് പറഞ്ഞപ്പോ നന്നായി. ആക്ച്വലി 2 കണ്ടിങ്ങനെ വലിയതില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് 3യുടെ ടീച്ചർ വന്നത്. കുറെ പേരൊക്കെ എനിക്ക് വന്നിട്ട് എല്ലാവരോടും സ്റ്റക്ക് ആയി. അത് നന്നായിട്ടുണ്ടായിരുന്നു. ടീച്ചർ കെട്ടണം നന്നായിട്ടുണ്ടായിരുന്നു. അവർ കുറെ പാട്ടുകൾ ഷൂട്ട് ചെയ്ത് തോന്നുന്നുണ്ടല്ലോ ഓൾറെഡി. കാരണം കാജുള്ള ഇതൊക്കെ കാണിച്ചു. അവളുടെ കുറെ പിന്നെയും ഫാസ്റ്റ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ കമലഹാസന്റെ പണ്ടത്തെ ആ ഒരു അതെ. എനിക്ക് ഒരു എടുത്തു പറയാനുള്ളത് 96 പടം കണ്ടപ്പോ നമ്മൾ ഇന്ത്യൻ 1 കണ്ടപ്പോ അവർ മേക്കപ്പ് എനിക്ക് കമലഹാസന്റെ മേക്കപ്പ് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ സെയിം മേക്കപ്പ് ഇതിലും കൊണ്ടുവന്നപ്പോ എനിക്ക് എന്തോ പുതിയ ടെക്നോളജി പുതിയ ഇതൊന്നും ഉപയോഗിക്കാത്തൊരു ഫീൽ കിട്ടി. പക്ഷെ തേർഡ് കാണിച്ചില്ലേ, തേർഡിലേക്ക് വന്നപ്പോ എനിക്കത് ആ നല്ല പണ്ടത്തെ കമലഹാസൻ ശരിക്കുള്ള കമലഹാസന്റെ ഫിഗറും ഫേസും ഒക്കെ വന്നപ്പോ അത് നല്ലൊരു ഇമ്പാക്ട് വന്നു. പ്രോബ്ലി മേ ബി തേർഡ് പാർട്ട് അവർ ഇത്തിരി ബെറ്റർ ആക്കും. കാരണം ഈ സിനിമ ഓൾറെഡി 6 years ലാഗ് അടിച്ചത് ഇതൊക്കെയാ. അപ്പൊ ഇനി അടുത്ത സിനിമ എന്തെങ്കിലും അവര് പുതിയ ലേറ്റസ്റ്റ് സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി രസമുണ്ടാവും. ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി ഇല്ല. നമ്മുടെ സിദ്ധാർത്ഥിന്റെ അഭിനയം സിദ്ധാർത്ഥന നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിദ്ധാർത്ഥന് കൂടെ നിൽക്കുന്ന ഒരു പെൺകുച്ചി ഉണ്ടായിരുന്നില്ലേ, അവള് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ഫേസ് ഒക്കെയാ. പക്ഷെ ഇടയ്ക്ക് അവളുടെ ഇത് ശരിക്കും ആക്ടിങ് ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ ഒരു ഫീൽ അടിച്ചു ഇടയ്ക്കിടയ്ക്ക്. ബാക്കി കൂടെ നിന്ന ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ പിള്ളേരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അല്ല ആക്ടിങ് ഓൾമോസ്റ്റ് തന്നെ. പക്ഷേ സ്റ്റോറി ഒരു യൂഷ്വൽ സ്റ്റോറി. അവര് മെസ്സേജ് കൺവേ ചെയ്യാൻ നോക്കിയിട്ട് പ്രോബ്ലി തേർഡിൽ അത് നല്ലോണം കൺവേ ആവാൻ തോന്നുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിന്നേക്കണം. എല്ലാരും ഇന്ത്യൻ അഗേൻസ്റ്റ് ആയി ഗോ ബാക്ക് ഇന്ത്യൻ കം ബാക്ക് ഇന്ത്യൻ ഗോ ബാക്ക് ഇന്ത്യൻ ആയിട്ട് നിൽക്കണം. അപ്പൊ ഇനി എങ്ങനെ കം ബാക്ക് ആവും വെയിറ്റ് ചെയ്യാം. യെസ് കൂൾ. സോ ഇന്ത്യൻ 3 നമുക്ക് അവർക്ക് നല്ല വിശ്വാസം കൊടുക്കാം. കൂൾ.